നമുക്കെല്ലാവർക്കും ഓരോ ഡിസ്ട്രാക്ഷൻസ്, ടെംപ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ? പഠിക്കുന്ന മക്കൾക്കാണെങ്കിൽ പഠിക്കുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വരിക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെയൊക്കെ ശ്രദ്ധ അതിലേക്ക് പോവും. നമ്മൾ വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചും ഡെയിലി പള്ളി പോക്കും ഒക്കെ ആയിട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മൾ അതിൽ നിന്നെല്ലാം തിരിഞ്ഞു പോകും അല്ലേ? അതിൽ നിന്നൊക്കെ വീഴാതിരിക്കാനായിട്ട് ഞാനൊരു എളുപ്പവഴി പറയട്ടെ. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പം അല്ലെ നല്ല രീതിയിലൊക്കെ നടക്കുമ്പോഴൊക്കെ ഈശോ നമ്മളെക്കുറിച്ച് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. സ്വർഗം തന്നെ നമ്മളെക്കുറിച്ച് സന്തോഷിക്കും. അപ്പോൾ നമ്മുടെ ഈ പ്രലോഭനങ്ങളിൽ വീഴ്ത്തുന്നത് ആരാ? പിശാചല്ലേ. അപ്പോൾ പിശാചിന് കുശുമ്പ് വരും. അപ്പോൾ അവനിങ്ങനെ ചിന്തിക്കും, നമ്മളെ എങ്ങനെയാണൊന്ന് അവൻ്റെ ഗണിയിൽ പെടുത്തുക, ഈശോയെ ഒന്ന് സങ്കടപ്പെടുത്തുക എന്നൊക്കെ ആലോചിച്ചിട്ട് അവൻ എന്തെങ്കിലും ഒരു പ്രലോഭനം നമ്മുടെ മുന്നിൽ കൊണ്ടിടും. നമ്മളാണെങ്കിൽ നല്ല രീതിയിൽ പോകുമ്പോൾ ഈശോ നമ്മളിങ്ങനെ നല്ല കുട്ടിയായി പോണു, അപ്പം എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, ഒരു അനുഗ്രഹം കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കാവും. അപ്പോഴാവും നമ്മൾ ഈ പിശാച് ഉണ്ടാക്കണ കെണിക്കകത്ത് നമ്മൾ ഇങ്ങനെ അവനിങ്ങനെ ഒരു കെണിയായിട്ട് നമ്മുടെ മുന്നിരിക്കും. അപ്പം ഈശോ വിചാരിക്കും, ഇവൻ എൻ്റെ കുട്ടിയാ, ഇവന് ഇതിലൊന്നും വീഴില്ല, അപ്പം ഞാൻ ജയിക്കും എന്നൊക്കെ വിചാരിച്ച് ഈശോ നിൽക്കുന്ന സമയത്താവും നമ്മൾ പോയിട്ട് ആ പിശാചിൻ്റെ കെണിയില വീഴും. അപ്പം എന്താ ഉണ്ടാവുക? പിശാച് കൈകൊട്ടിച്ചിരിക്കും, ഈശോയ്ക്ക് ആകെ സങ്കടവും, സ്വർഗം തന്നെ സങ്കടപ്പെടും. ഞാൻ ഈ പറഞ്ഞ കാര്യം നമ്മുടെ ചിന്തയിൽ നമ്മളൊരു പിക്ചറായിട്ട് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടെംപ്റ്റേഷൻ വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം, എന്താണ് പിശാച് നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ ഈശോയെ തോൽപ്പിക്കാനുള്ളൊരു കുഞ്ഞൊരു കെണിയും കൊണ്ടാണ് അവൻ ഇരിക്കണേ. അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഈശോയെ നമ്മളായിട്ട് തോറ്റു കൊടുക്കാൻ പാടുണ്ടോ? നമ്മളായിട്ട് തോൽപ്പിക്കാൻ പാടുണ്ടോ? അപ്പം നമ്മളതിൽ വീഴില്ല. അപ്പം ഈ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായാൽ നമ്മൾ അങ്ങനെ പെട്ടെന്നൊന്നും പിശാചിൻ്റെ തട്ടിപ്പിനകത്ത് ചെന്ന് വീഴില്ല. അപ്പോൾ ഓക്കെ കേട്ടോ, കാണാം.